ഞാൻ ഈ ധനാഭ്യർത്ഥന എതിർക്കുകയാണ് സർ. സർ, കഴിഞ്ഞ മാസം തലശ്ശേരിയിലെ ഒരു ക്ഷേത്രോത്സവത്തിൽ CPIM-ൻ്റെയും BJP-യുടെയും ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. അവിടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ടായിരുന്നു, ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. സർ, അവസാനം പോലീസ് വന്ന് അവിടെ CPIM-ൻ്റെയും BJP-യുടെയും ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ CPIM-ൻ്റെ ആളുകൾ പറഞ്ഞതായ ഒരു കാര്യം, ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്, നിന്നെ കാണിച്ചു തരും, നീയൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള വാക്ക് വളരെയധികം ഉച്ചത്തിൽ അവിടെ പ്രഖ്യാപിച്ചു. സർ, പോലീസ് ഈ ആളുകളെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടകളെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു CPIM-ൻ്റെ ക്രിമിനലുകൾ, ഗുണ്ടകൾ. സർ, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒന്ന് കേട്ടോ. പോലീസ് ആഭ്യന്തരമന്ത്രി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടെ. സർ, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സർ, ഗുണ്ടകൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പാഴ്വാക്കായില്ല. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസിനെ SI നേരെ പാലക്കാട്ടേക്ക് മാറ്റി. സർ, കേരളത്തിൽ നടക്കുന്നത് CPIM-ന്റെ ഭരണത്തിൽ റൂൾ ഓഫ് ലോ അല്ല, നിയമവാഴ്ചയല്ല, പാർട്ടി ക്രിമിനൽ വാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ളത് ഇതിൽ പരം തെളിവ് വേണം സാർ. ഇതിൽ പരം വല്ല തെളിവ് വേണം. സർ, ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കേസ് പറയാം സാർ. വളരെ വേദനയുള്ളൊരു കേസാണ്. സർ, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കൻ. അവൻ പഠിച്ചത് എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് സാർ. മാതാവ് രചനയുടെയും സലീമിൻ്റെയും 2 മക്കളിൽ ഒരുവൻ. സർ, 15/1/2025 ഈ സ്വന്തം വീടിനുള്ള 26ാം നിലയിൽ നിന്ന് ആ പയ്യൻ ചാടി സൂയിസൈഡ് ചെയ്തു. സർ, ആ സൂയിസൈഡിന്റെ യഥാർത്ഥ കാരണം ആ സ്കൂളിൽ ബസ്സിലും ക്ലാസ്സിലും നടന്ന ആ കുട്ടിക്കെതിരെ നടന്ന പീഡനമാണ്. സാർ, ഞാൻ ബഹുമാന്യനായ DGP-യെ വിളിച്ച്, ഞാൻ കൊച്ചിൻ പോലീസ് കമ്മീഷണറെ വിളിച്ച്, ഞാൻ പുത്തൻകുരിശി DYSP-യെ വിളിച്ച് ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഗൗരവത്തോടു കൂടി നോക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് സംസാരിച്ചിരുന്നു. സാർ, നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ഈ കുട്ടി മരിച്ചതിന് ശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു സന്ദേശം ഞാൻ ഇവിടെ വായിക്കാം സാർ. ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ അടക്കം നടക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നം. ആ പ്രശ്നത്തെ നമ്മുടെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സാർ, 2 കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. ഞാൻ ആ കുട്ടിയുടെ പേര് ബോധപൂർവം പറയാതിരിക്കുകയാണ്. They made Mihir play a game where he spread his fingers out and instead of using a pencil to hit between the gaps of his fingers, they made him use a knife. ഒരു കളി കളിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ച് പെൻസിൽ ആ ഫിംഗറിനിടയിൽ ഇടുന്നതിന് പകരം കത്തിയിട്ടുകൊണ്ട് ആ കുട്ടിയെ കളിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം they also made him lick toilet seats and also pushed his head into toilets and flushed them. ആ കുട്ടിയെ പിടിച്ച് ടോയ്ലറ്റിന്റെ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇരിക്കുന്നതായിട്ടുള്ള ബെൽറ്റ് അതിൽ ആ കുട്ടിയെ നാവ് കൊണ്ട് നക്കിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ തല ടോയ്ലറ്റിലേക്ക് അമർത്തി, എന്നിട്ട് ഫ്ലഷ് ചെയ്തു. സർ, നിങ്ങൾ ആലോചിക്കണം, ഈ കുട്ടി പിറ്റേ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും കേൾക്കുന്ന വാർത്ത 26ാം നിലയിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഈ കുട്ടിയുടെ ചേട്ടനോട്, ഈ കുട്ടിയുടെ സുഹൃത്തുക്കളോട് ഈ കുട്ടി കാര്യം പറയുന്നുണ്ട്. ഇത് ആ കുട്ടികളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പാണ്, മരണത്തിന് ശേഷമുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. സർ, പുത്തൻകുരിശ് പോലീസ് ഈ റാഗിംഗ് കേസ് അന്വേഷിച്ച് ഒരു പ്രതിയെ പിടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, സ്വന്തം ചേട്ടനോട് പറഞ്ഞ കാര്യം പോലീസിനോട് ചോദിച്ചപ്പോ എന്തേ ഈ വാട്സപ്പിന്റെ ചാറ്റുകൾ നിങ്ങൾ പരിശോധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ആ കേസ് ഇന്ന് മൂടുന്ന അവസ്ഥയിലാണ് സാർ. എവിടെ നീതി കിട്ടും? ഞാൻ ബഹുമാനപ്പെട്ട ചെയറിനോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, കൊച്ചു കുട്ടികൾ വരെ സൂയിസൈഡ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുതരമായ അപരാധം ചെയ്തതായിരിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മരണാനന്തര നീതി ലഭ്യമാക്കാൻ വരെയുള്ള നടപടിക്ക് ഈ സർക്കാർ നേതൃത്വം കൊടുക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുക. ഇങ്ങനെ ക്യാമ്പസുകൾ പോകാനൊക്കില്ല, ഇങ്ങനെ സ്കൂളുകൾ പോകാനൊക്കില്ല. ഏറെ ഗൗരവതരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ സംസ്ഥാനങ്ങളും നടന്നു പോവുകയാണ് സാർ. ജയിലുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് സാർ? നിങ്ങൾ ആലോചിച്ച് നോക്കണം.
ജയിലിൽ വെച്ച് ഒരു ദിവസം തിരുവഞ്ചൂര് ഭരിക്കുമ്പോഴാണല്ലോ ജയിലിനകത്ത് പരിശോധന നടത്തിയപ്പോ ജയിലിനകത്ത് മരിച്ച രക്തസാക്ഷികളുടെ പേര് വെച്ചുകൊണ്ടുള്ള രക്തസാക്ഷി സ്തൂപം വരെ നിൽക്കുകയാണ്. സർ, ജയിലിൽ വെച്ച് സ്വർണ്ണക്കടത്ത്, ജയിലിൽ വെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ, ജയിലിൽ വെച്ച് ലഹരിക്കടത്ത്, ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗം, ജയിലിൽ വെച്ച് ജയിലിലേക്ക് പോകുന്ന ആളുകൾക്ക് യാത്രയയപ്പ്, ഇതൊക്കെയാണ് സാർ ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്നത്. ഇത് സ്വീകരണം വേറെ. സാർ, ഞാൻ ചോദിക്കുന്നു, ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിലെ പ്രതികൾ, ആ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ ആരാണ് സാർ യാത്ര അയച്ചത്? ഞാൻ ചോദിക്കുന്നു, ഒരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ പ്രതികളെ യാത്ര അയക്കുമ്പോ ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടോ, അതല്ല ക്രിമിനൽ വാഴ്ചയാണോ? ആ ക്രിമിനലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നിങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയല്ലേ ഈ കേരളത്തിൽ? ഇതിനേക്കാൾ വലിയ മര്യാദകേടും ഇതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനവും വേറെ ഏതെങ്കിലും ഉണ്ടോ സാർ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ചില കേസുകൾ ഹോളി ക്രൈംസ് ആണ് സാർ. പാർട്ടി തീരുമാനിച്ച് നടത്തുന്ന കൊലപാതകം ഹോളി ക്രൈംസ്. അതിന്റെ ഭാഗമാണല്ലോ പ്രിയപ്പെട്ട കെ രമയോടെ പറഞ്ഞത്. ഓരോ ആളുകൾക്ക് കൊടുത്തതായിരിക്കുന്ന സാർ, KC രാമേന്ദ്രന് കൊടുത്തതായിരിക്കുന്ന പരോളിന്റെ ഡേയ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു 1308 ദിവസമാണ് സാർ. അതിന്റെ റീസൺ കിർമാണി മനോജ് ഉൾപ്പെടെ, വായ്പിടിച്ച് റഫീഖ് ഉൾപ്പെടെ ഓരോ പ്രതികൾക്ക് നിങ്ങൾ കൊടുത്തതായിരിക്കുന്ന MC മനോജ് ഉൾപ്പെടെ ഓരോ ആളുകൾക്ക് നിങ്ങൾ കൊടുത്ത 1038, 1044, 962 അടക്കമുള്ളതായിരിക്കുന്ന പരോൾ ദിവസങ്ങൾ സാർ, അതിന്റെ റീസൺ എഴുതിയതാണ് ഏറ്റവും വലിയ രസം സാർ. അതിന്റെ റീസൺ എഴുതിയിരിക്കാൻ ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. സാർ, നാണമുണ്ടോ സാർ നിങ്ങൾക്ക്? ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത 52 വെട്ടുവെട്ടി കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു പൊതുപ്രവർത്തകനെ കൊന്ന് കശാപ്പ് ചെയ്ത ആ പ്രതികൾക്ക് കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ എന്ന് പറഞ്ഞ് 1000, 1500 ദിവസവും നിങ്ങൾ പരോള് കൊടുക്കുമ്പോ ഈ സർക്കാരിന് നിയമവാഴ്ചയോട് പുല്ലിന്റെ വരെയാണ് സാർ. ഈ സർക്കാരിന് മാന്യതയും ഈ സർക്കാരിന് ജനാധിപത്യ നീതിന്യായ ബോധമുണ്ടോ സാർ? സാർ, ഓരോ കാര്യം നിങ്ങൾ നോക്കണം. ഇപ്പോ സാർ, ഇതൊക്കെ കാണുമ്പോ എന്താണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നിയമവാഴ്ച അവിടെ നടക്കില്ല. സ്വരാജിന്റെ 2000 ശ്രീ P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ നിങ്ങൾ പുറത്താക്കിയപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു. ആ സ്റ്റാറ്റസിൽ ആ മകൻ പറഞ്ഞതായിരിക്കുന്നത് 2019 സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളതായിരിക്കുന്ന വാചകം, ഈ കേരളം രാജ്യം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു, ഞാനത് കേരളമാക്കുന്നു. ഈ കേരളം ഇവർ ഭരിക്കുമ്പോ ഇങ്ങനെയൊക്കെ അല്ല മറ്റു വല്ലതും സംഭവിക്കും എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്നുള്ളതാണ് സാർ. ഇതിൽ പരം മറ്റു വല്ലതും സംഭവിക്കോ സാർ? സാർ, എന്താണ് സാർ ഇന്ന് പോലീസിന്റെ അവസ്ഥ? പോലീസിന് ഡീസൽ അടിക്കാൻ കാശില്ല, പോലീസിന്റെ കയ്യിൽ പുതിയ വാഹനമില്ല, പോലീസിന്റെ കയ്യിൽ പുതിയ ഉപകരണങ്ങളില്ല സാർ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ടെലിഫോണിന്റെ ബില്ല് അടയ്ക്കാൻ പോലും കാശില്ല സാർ. സാർ, എങ്ങനെ പോലീസ് ഇവിടെ എൻഫോഴ്സ്മെന്റ് നേതൃത്വം കൊടുക്കും? ഏത് കാര്യത്തിന് നേതൃത്വം കൊടുക്കും സാർ? ഇവിടെ ഇന്നിപ്പോ പോലീസിന്റെ ഓരോ കാര്യം, ഞാൻ നവീകരണത്തിന്റെ കാര്യത്തിലേക്കോ സ്ട്രെസ്സിന്റെ കാര്യത്തിലേക്കോ ഒന്നും പോകുന്നില്ല. 1991 MK ജോസഫ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു 8 മണിക്കൂർ ജോലി. സാർ, എത്രയാണ് ജോലി? 16 മണിക്കൂർ മുതൽ 20-24 മണിക്കൂർ വരെ ജോലിയാണ് സാർ, കണ്ടിന്യൂസ് ആയിട്ട്. ഒരു 500 ആളുകൾക്ക് ഒരു പോലീസാണ് വേണ്ടത്. നിങ്ങൾ ആധുനിക ലോകക്രമത്തെ പരിശോധിക്കണം. ഈ കേരളത്തിന്റെ അവസ്ഥ എന്താ? വളരെ മോശമായ അവസ്ഥ സാർ. ഈ കേരളത്തിൽ 150 പോലീസുകാർ VRS എടുത്തു സാർ. 140ഓളം പോലീസുകാർ വേണ്ടിടത്ത് 118 പേർ പോലീസ് വേണ്ടിടത്ത് 44 പേരുമായി ഈ പോലീസ് സ്റ്റേഷൻ ചലിക്കുകയാണ് സാർ. സാർ, നിങ്ങൾ ആലോചിക്കണം, 8 വർഷത്തിനിടയിൽ ജീവനൊടുക്കിയ പോലീസുകാരുടെ എണ്ണം ഈ കേരള പോലീസിൽ 140 സാർ. സാർ, ഇങ്ങനെ ഒരു പോലീസ് സംവിധാനത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂ? ഇങ്ങനെ പോലീസിന്റെ സ്ട്രെസ്സാണ് സാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ വിനീത് എന്ന് പറയുന്ന അരീക്കോട്ടെ ട്രെയിനിങ് സെന്ററിൽ
ജോലി ചെയ്യുന്നതായിരിക്കുന്ന മിടുക്കനായ പോലീസുകാരൻ. ആ പോലീസുകാർ ഈ കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ക്യാമ്പിലെ അവസാനിപ്പിക്കുക സർ. സർ കമാൻഡോ വിനീത് AK-47 തോക്കെടുത്ത് തന്റെ കഴുത്തിന് താഴെ വെച്ച് അവൻ നിറയൊഴിച്ചു ടോയ്ലറ്റിൽ പോയി. സർ അവസാനിപ്പിക്കുക സർ. സർ ആ കാഞ്ചി വലിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മസ്തിഷ്കം ബ്രെയിൻ കടന്ന് തലയോട്ടി പൊട്ടിച്ച് ആ വെടിയുണ്ട പുറത്തു പോയി. അങ്ങനെ എത്ര വിനീതുമാർ കേരളത്തിലെ പോലീസുകാർക്ക് രക്ഷയില്ല. ഞാൻ പറയുന്നു, ഈ ആഭ്യന്തര ഭരണത്തിന്റെ കീഴിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷയില്ല. ഈ ആഭ്യന്തര ഭരണത്തിന്റെ കീഴിൽ പോലീസുകാർക്ക് പോലും രക്ഷയില്ല. മൂന്നാമതും വരുമെന്ന് പറഞ്ഞു. ഈ പാർട്ടി ഇങ്ങനെ പോയാൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർ തീരുമാനമെടുത്ത സാഹചര്യമാണ് സാർ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു, അവസാനിപ്പിക്കുന്നു.